ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മുമ്പ് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അതായത് മനസ്സിലൂടെ ഒന്ന് ഓടിച്ചുവിടുക, എല്ലാ കാര്യങ്ങളും ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കുക, ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക. നമ്മൾ എന്തായാലും ഏറ്റവും വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റും. അത് ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ, അതായത് ഈ അടുത്ത് കഴിഞ്ഞു പോയ പ്രിലിംസിന്റെ ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയ അനുബന്ധ വിവരങ്ങളും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ചോദ്യങ്ങളിലൂടെയാണ് പോവുക. അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് റിവിഷൻ ചെയ്ത് തരാൻ പറ്റുമോ അത്രയും ഞാൻ റിവിഷൻ ചെയ്തു തരും. അല്ലാതെ നിങ്ങൾ ചെയ്യണം, നമ്മുടെ ബാച്ചിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, നിങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ എങ്ങനെ റിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ ഓരോ ആഴ്ചയിലും റിവിഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടാത്ത ഭാഗങ്ങൾ വേഗം ഒന്ന് ഓടിപ്പോയി നോക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ റിവിഷൻ ചെയ്യണം. ബാച്ചിലുള്ളവർ കഴിഞ്ഞ ഓരോ ക്ലാസ്സും ഓരോന്നും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കണം. ഓക്കെ, അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അല്ലാത്തവർ റിവിഷന്റെ കൂടെ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ അവിടെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണും. അതുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്നും പഠിച്ചു പോകും. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ LDCയുടെ ബാച്ചും LGSന്റെ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027 LDC ബൂസ്റ്ററും 2027 LGS ബൂസ്റ്ററും ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതാണ്. അതിനുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടിനും നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ചും പോലെ അല്ല, ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ബാച്ചിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, അതിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അതിനു വേണ്ടി ഒരു നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്താൽ അത്രയും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റായി വേഗം കാര്യങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. എല്ലാം നമ്മൾ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കി വൈകരുത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 101% നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കോഴ്സൊക്കെ കണ്ടവർക്ക്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് ഇത് കണക്ട് ആവും അല്ലെ? 7ാം പട്ടിക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 എന്തോ തിരിച്ചിടാനൊക്കെ പറഞ്ഞു അല്ലെ? ഈ 7 എന്ന സാധനത്തിനെ തിരിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിച്ചിരിക്കുന്നു. ഇല്ല, തെറ്റാണ്. ഗോത്ര മേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു. തെറ്റാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്നു അല്ലെ? ഇത് ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റുകൾ അവർക്ക് തന്നാൽ മതി. പകരം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സി ആണല്ലേ നമ്മുടെ ശരി ഉത്തരം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു അല്ലെ? എന്താണ് ലിസ്റ്റുകൾ? ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടത്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിവ കടം കൊണ്ടത് കാനഡയാണ് കേട്ടോ. കാനഡയിൽ നിന്നാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നീ ആശയങ്ങൾ കടം കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഭരണഘടനയിലെ പട്ടിക 7ൽ ഈ 7 എന്ന സാധനം ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും പ്രതീക്ഷിക്കുക. തിരിച്ചു മറിച്ചൊക്കെ തരും. ചിലപ്പോൾ ജോഡികളായിട്ട് തരും. അവിടെയും ഈ സാധനം കിടക്കുന്നുണ്ടാവും. പട്ടിക 7 കിടക്കുന്നുണ്ടാവും. ഓർത്തു വെച്ചോ, ഈ 7 എന്ന സാധനത്തിനെ തിരിച്ചിട്ട L എന്നാണ് വായിക്കുക. L ലിസ്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. ഇനി ലിസ്റ്റുകൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ, ഒന്നും അറിയാത്തവരാണെങ്കിൽ കൂടെ യൂട്യൂബിൽ പോയിട്ട് മിസ്റ്റർ എജുക്കാർട്ട് ലിസ്റ്റ് ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് പോയി കാണുക. കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണാം. നിങ്ങൾക്ക് 101% യൂസ്ഫുൾ ആവും. അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന്. ഒരു 3 കഥകളാണ് അവിടെ പറയുന്നത്. ഓക്കെ, പറ്റുന്ന അത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക. കാണാത്തവരാണെങ്കിൽ ഒന്ന് ഓടിച്ചു വിട്ട് കണ്ടാലും ആ കഥ ഒന്ന് നിങ്ങളുടെ മനസ്സ് കയറിയ ഒരിക്കലും ഇനി നിങ്ങൾക്ക് ലിസ്റ്റ് തെറ്റില്ല. ഓക്കെ, അത്രയും കോൺഫിഡൻസോട് കൂടെ ഞാൻ പറയുന്നുണ്ട്. പോയി കണ്ടോ, മിസ്സാക്കരുത്. അത്രയും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? പട്ടിക 7ൽ പരാമർശിച്ചിരിക്കുന്നത് ലിസ്റ്റുകളെ കുറിച്ചാണ് അല്ലെ? 7 തിരിച്ചിട്ട് എന്താണ്? ലിസ്റ്റുകളാണ്. പട്ടിക 7 ലിസ്റ്റ്. പിന്നെ ലിസ്റ്റുകൾ കടം കൊണ്ടതാണ് ചോദ്യം വരിക. മേ ബി അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഇത് രണ്ടും കടം കൊണ്ടത് കാനഡയിൽ നിന്നാണ്.
കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ പട്ടിക 7 നമ്മൾ പഠിച്ചു. പട്ടിക 8 എന്താണ്? 8 ഭാഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് കേട്ടോ. പട്ടിക 8 ഭാഷയെ കുറിച്ച്. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ എന്താണ്? 8ന്റെ പണി കിട്ടും എന്ന് ആലോചിച്ചാൽ അപ്പൊ ഭാഷ കിട്ടും. ഓക്കെ, അപ്പൊ പട്ടിക 8 ഭാഷയാണ്. 11, 12 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെ, പഞ്ചായത്ത് രാജും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി നഗരപാലിക അല്ലെ, പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി എന്താണ്? 11, 12. പിന്നെ 10 ചോദ്യം വരാറുണ്ട്. 10 എന്താണ്? കൂറുമാറ്റമാണ് കേട്ടോ. 10. അപ്പൊ 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും എന്ന് ആലോചിച്ചാൽ മതി. 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും, 10 പൈസ കിട്ടിയ കൂറുമാറും. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോ പട്ടിക 7 നമുക്ക് കിട്ടി. 7 തിരിച്ചിട്ട L എന്നാണ്. അപ്പൊ L ലിസ്റ്റ് ആണ്. പട്ടിക 8 നമുക്ക് കിട്ടി. ഭാഷ അറിയാതെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ഓക്കെ, ഭാഷ അറിയാതെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. 9 ഭൂപരിഷ്കരണമാണ്, അതും പഠിച്ചു വെച്ചോ. പിന്നെ 10 ആണ് വരുന്നത്. 10 എന്താണ്? എന്ത് കിട്ടിയാലും അവൻ കൂറുമാറുക. 10 പൈസ കിട്ടിയാൽ മതി, അവൻ കൂറുമാറും. അപ്പൊ കൂറുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക 10ലാണ്. 11 പഞ്ചായത്തി രാജ്, 12 മുനിസിപ്പാലിറ്റി വരെ നമ്മൾ പഠിച്ചു. ഇത്രയും എന്തായാലും അറിഞ്ഞു വെക്കുക. ഇത്രയും പട്ടികകൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇത്രയും പട്ടികകൾ എന്തായാലും അറിഞ്ഞു വെക്കുക. ഈ പട്ടികകൾ നിർബന്ധമാണ്. അപ്പൊ 7 എന്താണ്? 7 തിരിച്ചിട്ട L എന്നാണ്. 7 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 8 എന്താണ്? 8 ഭാഷ അറിഞ്ഞില്ലെങ്കിലാണ് നമ്മൾ പറഞ്ഞത് 8ന്റെ പണി കിട്ടും. എവിടെയെങ്കിലും പോകുമ്പോൾ അവിടുത്തെ ഭാഷ പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ചിലപ്പോൾ നമ്മൾ പറയുന്ന അവർക്ക് തെറി എന്തെങ്കിലും ആവും. ഓക്കെ, അപ്പൊ പഠിച്ചിട്ട് പോവാ. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 9 ഭൂപരിഷ്കരണം. 10 കൂറുമാറ്റം. 10 എന്താണ്? 10 പൈസ കിട്ടിയാൽ മതി, അവൻ കൂറുമാറും. ഓക്കെ, അപ്പൊ 10 കൂറുമാറ്റം. 11 പഞ്ചായത്തി രാജ്, 12 മുനിസിപ്പാലിറ്റി. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പൊ പഞ്ചായത്തി രാജിന്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് മേത്ത. അതുമായി ബന്ധപ്പെട്ട ഭേദഗതി 73ാം ഭേദഗതി. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 73ാം ഭേദഗതി. അപ്പൊ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിയുടെ ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് 73 ആണെന്ന് കണക്ട് ചെയ്ത് വെച്ചോ. പിന്നെ നമുക്ക് പഠിക്കാണ്ട് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതി. 42ാം ഭേദഗതിയിലൂടെയാണ് ആമുഖം, ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത്. ആമുഖം ഒറ്റ തവണയാണ് ഭേദഗതി ഇട്ടുള്ളത്. മേ ബി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാണ്. ഭരണഘടനയുടെ ആമുഖം 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയിലൂടെയാണെന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, അത് തെറ്റാണ്. ഓക്കെ, തെറ്റിക്കാൻ തരികയാണ്. അപ്പോൾ അവിടെ ആദ്യം മാത്രം പറഞ്ഞാൽ മതി. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി, അല്ലെങ്കിൽ ആദ്യം ഭേദഗതി ചെയ്തത് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭരണഘടനയുടെ ആമുഖം ആദ്യമായി ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയിലൂടെയാണെന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ അത് ശരിയാണ്. എന്നാൽ ആമുഖം 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നോ 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നോ അതിൽ ആദ്യം ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതി 1976 എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതൊക്കെ തെറ്റാണ് കേട്ടോ. ഓക്കെ, ആമുഖം ഒറ്റ തവണയുള്ളൂ ഭേദഗതി ചെയ്തിട്ട്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. ഓക്കെ, അതും പഠിച്ചു വെക്കുക. ആ സമയത്ത് പ്രധാനമന്ത്രി ചോദ്യം വരാറുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ 42ാം ഭേദഗതി 1976 എപ്പോഴും പറയുന്ന കാര്യമാണ്. 4 + 2 6. 1976 കണക്ട് ചെയ്യാനാണ്. 4 + 4 8. 1978 കണക്ട് ചെയ്യാനാണ്. അപ്പൊ 44ാം ഭേദഗതിയാണ് 1978 44ാം ഭേദഗതി അല്ലെ. സ്വത്തവകാശത്തെ നീക്കം ചെയ്തല്ലേ, മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? 44ാം ഭേദഗതി. ചോദ്യം വരെ താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വന്നാൽ ഏതാണ്? അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമാണ്. നിലവിൽ ഒരു നിയമാവകാശം. ഇപ്പൊ ആർട്ടിക്കിൾ 300A ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 300A ആണ്. അതും പഠിച്ചു വെക്കുക. സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശത്തിൽ നിലവിൽ ഒരു മൗലികാവകാശമാണ്. അത് തെറ്റാണ്. സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമാണ്. നിയമാവകാശമാണ്. താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏതെന്ന് ചോദ്യം വന്നാൽ അത് സ്വത്തവകാശമാണ് അവിടെ ഓപ്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, നീക്കം ചെയ്തിട്ടുള്ളത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം
നിലവിൽ നിയമാവകാശമാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. ഹൈക്കോടതിക്കാണ് ആർട്ടിക്കിൾ 226, സുപ്രീം കോടതിക്ക് 32. ഓക്കെ, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് അതിനെയാണ്. ഓക്കെ, അപ്പോ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ആ സമയത്തെ INC പ്രസിഡന്റ് ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. കറാച്ചി സമ്മേളനമാണ് അല്ലെ? കറാച്ചി സമ്മേളനം മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എപ്പോഴാണ്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാ? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. അപ്പൊ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ചോദ്യം വരും. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി അറിഞ്ഞു വെക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഓക്കെ, ഡിസംബർ 6 രൂപീകൃതമായി. ഡിസംബർ 9 ആദ്യ സമ്മേളനം. ഡിസംബർ 11 എന്താണ്? ആള് മാറി. അതായത് ആദ്യം താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. പിന്നീട് ആരായി? സ്ഥിര അധ്യക്ഷനായിട്ട് ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ് ആയി. ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ്. ഡിസംബർ 13 ലക്ഷ്യപ്രമേയം. ഇത്രയും കാര്യങ്ങൾ കിട്ടുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വരും. അതാരാണ്? സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സ്ഥിര അധ്യക്ഷൻ ചോദ്യം വന്നാലാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ 1946 ഡിസംബർ 6 ആദ്യ സമ്മേളനം. ഓക്കെ, ഡിസംബർ 6 രൂപീകൃതമായത്. ഡിസംബർ 9 ആദ്യ സമ്മേളനം. ക്ലിയർ അല്ലേ? പിന്നെ ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. 207 ആളുകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട്. ഇത് ഭരണഘടനാ നിർമ്മാണ സമിതി ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. അപ്പൊ 2 + 0 + 7 എത്രയാണ്? 9 ആണ്. മേ ബി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, നിങ്ങൾക്ക് കണക്ട് ആവുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. 207 ആളുകളാണ് ഡിസംബർ 9 നടന്ന ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഓക്കെ, 207 ആളുകളാണ്. പിന്നെ ഒരു ചോദ്യം വരും, ആദ്യമായി സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരെന്ന് ചോദ്യം വന്ന JB കൃപലാനിയാണ് സഭയെ അഭിസംബോധന ചെയ്ത് ആദ്യം സംസാരിച്ചത്. സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? JB കൃപലാനി. അപ്പൊ ഡേറ്റ്സ് ക്ലിയർ ആണ് കേട്ടോ. ഈ ഡേറ്റ്സ് എന്തായാലും ചോദ്യം വരും. ഡിസംബർ 6 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായ അന്ന് തന്നെ ആദ്യ സമ്മേളനം നടന്നിട്ടില്ല. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. ഡിസംബർ 9 207 ആളുകളാണ് പങ്കെടുത്തത്. 9 വനിതകൾ. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. 207 ആളുകൾ, 9 വനിതകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഡിസംബർ 9 ആദ്യ സമ്മേളനം. അതാണ് ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നപ്പോഴാണ് 207 ആളുകളും പിന്നെ 9 വനിതകളും ഉണ്ടായിരുന്നത്. മീൻസ് 207 ആളുകളിൽ 9 വനിതകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പഠിച്ചു വെക്കുക. പിന്നെ ഡിസംബർ 11 എന്താണ്? ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു സഭ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം തൽക്കാലം അവിടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണോ അദ്ദേഹത്തെ പിടിച്ച് അധ്യക്ഷനാക്കും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അദ്ദേഹമാണ് ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. ആ ചോദ്യം എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കണം. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരെന്നാണോ ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരെന്നാണോ ചോദ്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യ സ്ഥിര അധ്യക്ഷൻ ചോദിച്ച ആൻസർ വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആദ്യ
ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് അതാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഡിസംബർ 11 ആള് മാറിയത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ മാറി സ്ഥിര അധ്യക്ഷനായി ആര് വന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. ഡിസംബർ 13 എന്ത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇത്രയും ഡേറ്റ്സ് കൂടെ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ക്ലിയർ അല്ലേ? ഏകദേശം ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എത്രയാണ്? ഭാഗം 11 കേട്ടോ. ഭാഗം 11. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 11. പട്ടികയാണ് നമ്മൾ പഠിച്ച 7. പട്ടിക 7. അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. പട്ടിക മറക്കരുത്, പട്ടിക 7 ഇതാണ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 11. പട്ടിക 7. ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയാണ്. ക്ലിയർ അല്ലേ? ഒരു വട്ടം കൂടെ, കേന്ദ്ര സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എത്രയാണ്? ഭാഗം 11. പട്ടിക എത്രയാണ്? പട്ടിക 7. ആർട്ടിക്കിൾ ആണെങ്കിലോ ആർട്ടിക്കിൾ 245 മുതൽ എത്രയാണ്? 263 വരെയാണ്. ഇന്ത്യൻ ഭരണഘടന യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ 3 തലത്തിലുള്ള വിതരണം വഴിയാണ് അധികാര വിഭജനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ലിസ്റ്റുകളുടെ ക്ലാസ് മിസ്സാക്കരുത് കേട്ടോ, പോയി കാണുക. ഓക്കെ, ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 246. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 246. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 245. ഓക്കെ, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 245. 46 എന്താണ്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 246. 246 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്നതാണ് 245. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 246. സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 254. ഓക്കെ, സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് അനുച്ഛേദം 254. ഒന്ന് കണക്ട് ചെയ്ത് തരട്ടെ, ഒന്ന് നോക്ക്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 245. ഇതിൽ 5ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടക്കാണ്. 54. ഒരു പൊരുത്തക്കേടില്ല അവിടെ. ഓക്കെ, അതായത് നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 245. ഈ 245 പൊരുത്തക്കേട് വന്നാൽ 5 4 ആവും. ഓക്കെ, അതായത് 245 എന്നുള്ളത് 254 ആവും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, 245 നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരു കണക്ഷനാണ്, അല്ലാതെ അങ്ങനെ പഠിക്കണം എന്നല്ല. 245 പറയുമ്പോൾ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്നു. പക്ഷെ 254 എന്താ? അവിടെ ഇത് രണ്ടും മാറി. ഓക്കെ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ അവിടെ ഒരു പൊരുത്തക്കേടില്ലേ? ഉണ്ട്. സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 254. പൊരുത്തം ഉണ്ടെങ്കിൽ 245, പൊരുത്തക്കേടാണെങ്കിൽ 5 4 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 254 ആവും. ക്ലിയർ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ 1983 നിയമിക്കപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 1983 നിയമിക്കപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. റിപ്പീറ്റിംഗ് ആണ്, പഠിച്ചു വെച്ചോ. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് വന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിനെ കണക്ട് ചെയ്യുക. അപ്പൊ സർക്കാരിയ കമ്മീഷൻ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, കേന്ദ്ര ചിലപ്പോൾ അവിടെ സർക്കാർ തന്നെ കൊടുത്തിട്ടുണ്ടാവും, ശ്രദ്ധിക്കുക. ഓക്കെ, സർക്കാരിയ കമ്മീഷൻ ആണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദ്യത്തിൽ നിന്ന് കണക്ട് ആവും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച്, അപ്പൊ സർക്കാരിനെ കുറിച്ച്, അപ്പൊ സർക്കാരിയ കമ്മീഷൻ. അത്രേ ഉള്ളൂ.
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 2007 കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് മദൻ മോഹൻ പുഞ്ചി കമ്മീഷൻ. ഇത് പഠിക്കാനാണ് പുഞ്ചി കമ്മീഷൻ, ഇതും പഠിച്ചു വെക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റിംഗ് ഈ സർക്കാരിയ കമ്മീഷനാണ്. പക്ഷെ അതുപോലെ തന്നെ 2007 ഏത് പുഞ്ചി കമ്മീഷൻ. ഓക്കെ, പുഞ്ചി കമ്മീഷൻ 2007, 1983 സർക്കാരിയ കമ്മീഷൻ. പുഞ്ചി കമ്മീഷൻ 2007, 83 സർക്കാരിയ കമ്മീഷൻ. പുഞ്ചി കമ്മീഷൻ എപ്പോഴാണ്? 2007, 83 സർക്കാരിയ കമ്മീഷൻ. ക്ലിയർ ആണ്? രണ്ടും ഒരേത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വർഷങ്ങളാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അടുത്തത് കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കേട്ടിട്ടുണ്ടോ? കോട്ടോണോപോളിസ് ഏതാണ്? നമ്മുടെ മുംബൈ ആണ് കേട്ടോ. സിലിക്കൺ വാലിയും ചോദ്യം വരാറുണ്ട്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരു ആണ് കേട്ടോ. ബാംഗ്ലൂരു ആണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പൊ മുംബൈ ആണ് എന്ത്? കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം. നമ്മുടെ RBIയുടെ തലസ്ഥാനമാണ് അല്ലെ? RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലസ്ഥാനമാണ്. തലസ്ഥാനം എന്നല്ല, ആസ്ഥാനമാണ്. സോറി കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് എവിടെ? മുംബൈ. RBIയുടെ ആസ്ഥാനമാണ് മുംബൈ. RBI നിലവിൽ വന്ന വർഷം നമ്മൾ അറിയണ്ടേ? 1935 ഏപ്രിൽ 1 RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇത് ചോദ്യം വരാറുണ്ട്. RBIയുടെ ആസ്ഥാനം ചോദ്യം വരാറുണ്ട്, അത് മുംബൈ ആണ്. RBI നിലവിൽ വന്ന വർഷം ചോദ്യം വരാറുണ്ട്, 35. ദേശസാൽക്കരണം ചെയ്തത് 49. ഇത്രയും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ RBIയുടെ ആദ്യ അധ്യക്ഷനല്ല, RBIയുടെ ആദ്യ ഗവർണർ, RBI ഗവർണർ ആരെന്ന് ചോദ്യം വരാറുണ്ട്, ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓക്കെ, അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കുക. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. RBI നിലവിൽ വന്ന വർഷം മാത്രം ചോദിക്കുകയാണെങ്കിൽ 35. മേ ബി ഡേറ്റ് കൂടെ ചോദിച്ചാൽ പഠിച്ചു വെച്ച ഏപ്രിൽ 1. അതും കണക്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. ഏപ്രിൽ 1 എന്താണ്? നമ്മുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1, അവസാനിക്കുന്നത് മാർച്ച് 31. ഓക്കെ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഡേറ്റ് ആണ് ഏപ്രിൽ 1. ഓക്കെ, എക്കണോമിക് ഇയർ ആരംഭിക്കുന്ന വർഷമാണ്, ദിവസമാണ് ഏപ്രിൽ 1. ഓക്കെ, അപ്പൊ 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ആദ്യം RBIയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു. അത് മുംബൈയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. RBIയുടെ ആസ്ഥാനം ആദ്യം കൊൽക്കത്തയായിരുന്നു, പിന്നീട് മുംബൈയിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, മുംബൈയൊക്കെ എപ്പോഴും ചോദ്യം വരാറുണ്ട്, പ്രത്യേകിച്ച് പ്രിലിംസ് എക്സാമിനൊക്കെ ഈ ചോദ്യം. കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണെന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്, അതും ചോദ്യം വരാറുണ്ട്. RBIയുടെ ഡേറ്റ് ചോദ്യം വരാറുണ്ട്. ആദ്യ RBI ഗവർണർ ചോദ്യം വരാറുണ്ട്, ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യ RBI ഗവർണർ. ദേശസാൽക്കരണം ചോദ്യം വരാറുണ്ട്, 49. RBI ആദ്യമായി ദേശസാൽക്കരിച്ചത് 1949. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമാണ് അല്ലെ? ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പഠിക്കാണ്ട്, വ്യാവസായിക തലസ്ഥാനം പഠിക്കാണ്ട്, റിപ്പീറ്റിംഗ് ചോദ്യമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് കേട്ടോ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. ഏതാണ്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. ഓക്കെ, ശക്തൻ തമ്പുരാന്റെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നും ചോദ്യം വരും, ശക്തൻ തമ്പുരാണ്. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പിയാണ് രാജാ കേശവദാസ്. അതുപോലെ തന്നെ രാജാ കേശവദാസിന്റെ പട്ടണം എന്നും ചോദ്യം വരാറുണ്ട്, ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നതും ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ആദ്യമായി കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്, 1859. നമ്മുടെ ചാന്നാർ ലഹള നടന്ന വർഷം കണക്ട് ചെയ്താൽ മതി. 1859 ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിലാണ് സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മുംബൈയാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ് കേട്ടോ. അതും പഠിച്ചു വെക്കണേ. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്ന നഗരവും ഏതാണ്? അതും മുംബൈ ആണ്. മുംബൈ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്ന സ്ഥലം. നിലവിൽ വന്ന സ്ഥലവും ഏതാണ്? അതും മുംബൈ ആണ്. എവിടെയാണ്? മുംബൈ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ CSIR മെഗാ ഇന്നോവേഷൻ
കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരവും ഏതാണ്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ ഏതാണ്? മുംബൈയാണ്. ഒരു വട്ടം കൂടെ, ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമാണ് മുംബൈ. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമാണ് മുംബൈ. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഏത്? മുംബൈ. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്ന നഗരമാണ് മുംബൈ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്ന സ്ഥലമാണ് ഏത്? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ CSIR മെഗാ ഇന്നോവേഷൻ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരമാണ് മുംബൈ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. രാജ്യത്തെ ആദ്യ അണ്ടർസീ ടണൽ നിലവിൽ വരുന്ന നഗരം, രാജ്യത്തെ ആദ്യ അണ്ടർസീ ടണൽ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ഇപ്പോഴൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ അണ്ടർസീ ടണൽ നിലവിൽ വരുന്ന നഗരം മുംബൈ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ 2014 ഫെബ്രുവരി 1 മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ 2014 ഫെബ്രുവരി 1 മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതും പഠിച്ചു വെക്കണം. പിന്നെ മോസ്റ്റ് റിപ്പീറ്റിംഗ്, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന നഗരമാണ് മുംബൈ, അഥവാ മുംബൈ തുറമുഖം അല്ലെ. മുംബൈ എന്ന് തന്നാലും ആൻസർ വരും കേട്ടോ, മുംബൈ എന്ന് മാത്രം തരും. ഓക്കെ, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ അഥവാ മുംബൈ തുറമുഖമാണ്. മുംബൈ തുറമുഖം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദ്യം വരാറുണ്ട്. പരുത്തി എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് പരുത്തി. പഠിച്ചു വെച്ചോട്ടോ, യൂണിവേഴ്സൽ ഫൈബർ. അത് അങ്ങനെ തന്നെ ചോദ്യം വരും. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദ്യം വരും. യൂണിവേഴ്സൽ ഫൈബർ. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. എന്നാൽ ഗോൾഡൻ ഫൈബർ എന്താണ്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ചണമാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഓക്കെ, ഈ കറുത്ത മണ്ണാണ് ഈ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നത്. റിഗർ അതുപോലെ തന്നെ ചെർണോസം. ഓക്കെ, റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ്. അപ്പൊ പരുത്തി കൃഷിക്ക്, അതുപോലെ തന്നെ കരിമ്പ് കൃഷിക്ക് ചോദ്യം വന്നാലും കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ചോദ്യം വന്നാലും കരിമ്പ് കൃഷിക്ക് ചോദ്യം വന്നാലും ഏതാണ്? കറുത്ത മണ്ണാണ്. കറുത്ത പരുത്തി മണ്ണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് ചോദ്യം വരും. അതേതാണ്? കറുത്ത മണ്ണാണ്. ഓക്കെ, പിന്നെ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. ഓക്കെ, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ് അഥവാ പീറ്റി സോയിൽ. ഓക്കെ, പീറ്റ് മണ്ണാണ് ഏത്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ. നെല്ലു അങ്ങനെ കണക്ട് ചെയ്തൂടെ? അല്ലൂവിയൽ സോയിൽ ആണ് എന്ത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദ്യം വന്നാലും, അതുപോലെ തന്നെ നെൽകൃഷിക്ക് അല്ലു അങ്ങനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അല്ലു അങ്ങനെ കണക്ട് ചെയ്തോ. ഓക്കെ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. ഓക്കെ, എക്കൽ മണ്ണ് എന്നാവട്ടോ ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും, അപ്പൊ ശ്രദ്ധിച്ചു വായിക്കുക. എക്കൽ മണ്ണിന്റെ ഇംഗ്ലീഷ് ആണ് എന്ത്? അല്ലൂവിയൽ സോയിൽ. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ് അഥവാ ചെങ്കൽ മണ്ണ് എന്നും അറിയപ്പെടുന്നു. ചെമ്മണ്ണല്ല കേട്ടോ, ചെങ്കൽ മണ്ണാണ്. രണ്ടും വേറെയാണ്. ചെമ്മണ്ണാണ് ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം. അത് ചെമ്മണ്ണ്, ഇത് ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ചെങ്കൽ മണ്ണാണ്. ഓക്കെ, കേരളത്തിലെ ഏതാണ്? ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. ഓക്കെ, അപ്പൊ ഇത്രയും. ജൈവാംശം ഏറ്റവും കൂടിയ മണ്ണിനം ഏതാണ്? അത് പർവ്വത മണ്ണാണ്. നമുക്കൊക്കെ അറിയാം, പർവ്വത മണ്ണാണ് അഥവാ മൗണ്ടൈൻ സോയിലാണ് ജൈവാംശം ഏറ്റവും കൂടിയ മണ്ണിനം. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ബ്ലാക്ക് സോയിൽ അറിഞ്ഞു വെക്കണം. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. എവിടെയാണ്? ചിറ്റൂർ. ഓക്കെ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഇത്രയും എന്തായാലും അറിഞ്ഞു വെക്കുക. ഓക്കെ, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതാണ് ഉൾപ്പെടാത്തതായിട്ടുള്ളത്?
ഉൾപ്പെടാത്തത്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം അല്ലെ, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നത് മുതലിയാർ കമ്മീഷനാണ്. മുതലിയാർ കമ്മീഷൻ അല്ലേ ത്രിഭാഷാ പദ്ധതി. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഇത് മാത്രമായിട്ട് വൺ വേർഡ് ചോദ്യം വരുവേ. ഓക്കെ, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന് ചോദ്യം വരും. അതേതാണ്? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞതും കോത്താരി, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞതും കോത്താരി കമ്മീഷനാണ്. എന്നാൽ ത്രിഭാഷാ പദ്ധതി മുതലിയാർ. അപ്പൊ 3 മൂ വെച്ചിട്ട് കണക്ട് ചെയ്യണേ. ഓക്കെ, മൂന്നിന്റെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. കാരണം ത്രിഭാഷ അല്ലെങ്കിൽ ത്രിമൂർത്തി എന്ന് കണക്ട് ചെയ്താൽ 3 മൂ. ഓക്കെ, അപ്പൊ വെച്ചിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. എന്തായാലും അത് മുതലിയാർ കമ്മീഷനാണ്. ഇവിടെ ബാക്കി കൊടുത്തുള്ളത് ഇതെന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അത് പ്രിലിംസ് LGS പരീക്ഷകളുടെ ഒരു തുറപ്പ് ചീട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തായാലും ചോദ്യം വരും. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ആരാണ്? അത് കോത്താരി കമ്മീഷനാണ്. ചോദ്യം പ്രതീക്ഷിച്ച് പോയിക്കോ. കോത്താരി കമ്മീഷന്റെ ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. കോത്താരി കമ്മീഷന്റെ ഒരു ചോദ്യം എപ്പോഴും പ്രിലിംസിന് പോകുമ്പോൾ ഒന്ന് പ്രതീക്ഷിച്ച് പോവുക. പ്രത്യേകിച്ച് ഇത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? അത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ. പിന്നെ ഹണ്ടർ കമ്മീഷൻ നമുക്ക് പഠിക്കാണ്ട്. ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കണ്ടേ, ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മീഷൻ. ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷൻ. പിന്നെ റാലി കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ റാലി കമ്മീഷൻ ഇത് പഠിച്ചു വെക്കണേ. 1902 ഇത് 82 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ഏത്? റാലി കമ്മീഷൻ. ഇന്റർമീഡിയറ്റ് കോഴ്സുകൾ നിർത്തലാക്കുക എന്ന് ശുപാർശ ചെയ്യുന്നതും BA കോഴ്സ് 3 വർഷമാക്കുക. BA കോഴ്സ് 3 വർഷമാക്കുക എന്ന് ശുപാർശ ചെയ്തതും റാലിയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം എന്നിവ നടപ്പിലാക്കുക. ഇതൊക്കെ ആരുടെ ഏത് കമ്മീഷന്റെ ശുപാർശകളാണ്? റാലി കമ്മീഷൻ. 1902 റാലി കമ്മീഷന്റെ ശുപാർശകളാണ്. ഒന്നുകൂടെ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ഏത്? റാലി കമ്മീഷൻ. ഇന്റർമീഡിയറ്റ് കോഴ്സുകൾ നിർത്തലാക്കുക എന്ന് ശുപാർശ ചെയ്തതും BA കോഴ്സ് 3 വർഷമാക്കുക എന്ന് ശുപാർശ ചെയ്തതും നിലവിൽ 4 വർഷമൊക്കെ ഉണ്ട് അല്ലെ? ജസ്റ്റ് അറിഞ്ഞു വെക്കുക. BA കോഴ്സുകൾ 3 വർഷമാക്കുക എന്നും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം, അതായത് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം എന്നിവ നടപ്പിലാക്കുക എന്നെല്ലാം ശുപാർശ ചെയ്തത് റാലി കമ്മീഷനാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി റാലി നടത്തി എന്ന് ആലോചിച്ചാൽ പോരെ. ഓക്കെ, എന്താണ്? വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വേണം, ഹോസ്റ്റൽ വേണം, പിന്നെ എന്താണ്? BA കോഴ്സ് 3 വർഷമാക്കണം എന്നൊക്കെ ശുപാർശ ചെയ്തത് റാലിയിലൂടെയാണ്. ഓക്കെ, റാലി നടത്തിയിട്ടാണ് ഇതൊക്കെ എന്താണ് ആവശ്യപ്പെട്ടത് എന്നാലോചിച്ചാൽ മതി. അപ്പൊ റാലി കമ്മീഷൻ. ഇനി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ്. കോത്താരി കമ്മീഷൻ പോലെ മുതലിയാർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തായാലും അറിഞ്ഞു വെക്കണേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 48 സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത വർഷം 48. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനായ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്നൊരു ചോദ്യം വന്നാൽ സ്വതന്ത്ര ഇന്ത്യയാണ്. സ്വാതന്ത്ര്യം കിട്ടി അടുത്ത വർഷം 47 സ്വാതന്ത്ര്യം, 48 രാധാകൃഷ്ണൻ കമ്മീഷൻ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. അത് പറഞ്ഞത് രാധാകൃഷ്ണൻ കമ്മീഷനാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. ഈ പോയിന്റ് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്നാവശ്യപ്പെട്ട കമ്മീഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? അത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കണം. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത് ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. പിന്നെ ലക്ഷ്മൺ സ്വാമി മുതലിയാർ കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ലക്ഷ്മൺ സ്വാമി അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷനാണ്. 52 കേട്ടോ മുതലിയാർ കമ്മീഷൻ. ഇതിന്റെയൊക്കെ വർഷങ്ങൾ മാത്രവും ചോദ്യം വരും. റാലി കമ്മീഷൻ 1902 രാധാകൃഷ്ണൻ 1948 ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 52 മുതലിയാർ കമ്മീഷൻ.
സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഇത് ചോദ്യം വരാറുണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നത് ഏത് കമ്മീഷൻ ആണെന്ന് ചോദ്യം വന്നാൽ അതേതാണ്? ലക്ഷ്മൺ സ്വാമി മുതലിയാർ കമ്മീഷൻ ആണ്, അഥവാ മുതലിയാർ കമ്മീഷൻ ആണ്. ത്രിഭാഷാ പദ്ധതി, ത്രിമു വെച്ച് നമ്മൾ കണക്ട് ചെയ്തു, ത്രിമു. അപ്പൊ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത് മുതലിയാർ കമ്മീഷൻ ആണ്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. പിന്നെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നതൊക്കെ ആവശ്യപ്പെട്ടത് മുതലിയാർ കമ്മീഷനാണ്. ഒരു വട്ടം കൂടെ, മുതലിയാർ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷനാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടത് മുതലിയാർ കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടതും മുതലിയാർ കമ്മീഷനാണ്. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടതും മുതലിയാർ കമ്മീഷനാണ്. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടതും മുതലിയാർ കമ്മീഷനാണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, പ്രിലിംസിനൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഏത്? സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഓക്കെ, സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാഗ്ബ, അങ്ങനെ ആലോചിച്ച് നോക്ക്. വാഗ്ബ, ഗായും ബായും കൂടി ചേർന്ന് നമ്മൾ പറയുമ്പോൾ വാഗ്ബ അല്ലെ, വാഘബ എന്ന് പറയുന്നതിന് പകരം എന്താണ്? വാഗ്ബ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്. വാ ഗ ബ എന്നാ പറയേണ്ടത്, വാഘബ എന്നാ പറയേണ്ടത്. അതിന് നമ്മൾ വാഗ്ബ എന്നാക്കി, ഗബ. അതുപോലെ തന്നെയാണ് ആത്മ എന്നാണ് പറയേണ്ടത്. ആത്മ തായമായും കൂട്ടിച്ചേർത്തു, അങ്ങനെ പഠിച്ചു കേട്ടോ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആത്മ എന്ന് പറയുന്നതിന് പകരം ആത്മ എന്ന് പറഞ്ഞു, വാഗബ എന്ന് പറയുന്നതിന് പകരം വാഗ്ബ എന്ന് പറഞ്ഞു. അപ്പൊ കണക്ട് ആയി. അപ്പൊ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. VT വട്ടത്തിരിപ്പാട് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലാണ് എന്റെ യോഗം. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും പിന്നെ ഇതൊക്കെ ആലോചിച്ച് കണ്ണീരും കിനാവുമാണ് എന്റെ യോഗം. ഇതൊക്കെ ആരുമായി കണക്റ്റഡ് ആണ്? വട്ടം തിരിയാന്ന് പറഞ്ഞാൽ തന്നെ വട്ടത്തിരിപാട്. ഓക്കെ, വട്ടത്തിരിപ്പാട് എങ്ങനെ കണക്ട് ചെയ്തു? അടുക്കളയിൽ കിടന്ന് വട്ടം തിരിയലാണ്. അതെന്തിനാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT വട്ടത്തിരിപ്പാടാണ്. വട്ടം തിരിയലാണ്. പിന്നെ അതൊക്കെ ആലോചിച്ച് കണ്ണീരും കിനാവും. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതാണ് എന്റെ യോഗം. യോഗക്ഷേമ സഭ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ VT വട്ടത്തിരിപ്പാടുമായി കണക്റ്റഡ് ആണ്. അപ്പൊ 1, 2 ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം. ഞാൻ എപ്പോഴും നവോത്ഥാനത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സമം കണ്ടു കഴിഞ്ഞാൽ അതാരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് തെറ്റാണ്. ഓക്കെ, സമത്വ സമാജവും സമപന്തി ഭോജനവും രണ്ടും വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറുത്ത അരയന്നം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കറുത്ത അരയന്നം. അപ്പോ അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പൊ കുമാരഗുരുദേവൻ സമത്വ സമാജം തെറ്റാണ്. ഓക്കെ, കുമാരഗുരുദേവൻ സമത്വ സമാജം എന്താണ്? തെറ്റാണ്. അപ്പൊ പ്രധാനപ്പെട്ട SNDP ഒക്കെ ചിലപ്പോൾ ചോദ്യം വരും. SNDP നിങ്ങൾക്ക് അത്രയും അറിയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കാത്തത്. ഓക്കെ, SNDP ആരാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15 ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഈ ഡേറ്റ് 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. SNDPയുടെ ഫുൾ ഫോം എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതുപോലെ തന്നെ ഫുൾ ഫോം ചോദിക്കണതാണ് NSSന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ സർവീസ് സ്കീം ആവും അല്ലേ? അതല്ല, NSSന്റെ ഫുൾ ഫോം നായർ സർവീസ് സൊസൈറ്റി ആണ്. നാഷണൽ സർവീസ് സ്കീം ഉണ്ട്, അത് വേറെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവും ഏതാവും ഇവിടെ ആൻസർ വരികയാണ്. ഓക്കെ, അപ്പൊ നായർ സർവീസ് സൊസൈറ്റി ആണ് കേട്ടോ. സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1914 സ്ഥാപിച്ചു. ഓക്കെ, 1914 NSS സ്ഥാപിതമായത്. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിച്ചത്. SNDP പഠിച്ചു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാണ് അയ്യങ്കാളി. സഹോദര സംഘം സിമ്പിൾ ആണ്, സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. വിഷ്ണുവിന്റെ അവതാരം എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദ്യം വരാറുണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹമാണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. സമപന്തി ഭോജനം നടത്തിയത്
ഇത് 1800 ആണ് കേട്ടോ, 1800 ആണ്. 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, വൈകുണ്ഠസ്വാമികൾ. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇതൊക്കെ വൈകുണ്ഠസ്വാമികളാണ്. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം അല്ലെ, മുടിചൂടും പെരുമാൾ. പിന്നീട് അത് എന്തിനെ തുടർന്നാണ് മാറ്റിയത്? പെരുമാൾ എന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സ്വീകരിക്കാനാവുന്ന പേരാണ്. അപ്പൊ ഈ ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പ് മൂലമാണ് ഈ പേര് ഒഴിവാക്കിയത്. ഏത് പേരാണ്? പെരുമാൾ എന്ന പേരുള്ളത് കൊണ്ട് മുടിചൂടും പെരുമാൾ എന്ന ആ പേര് ഒഴിവാക്കി. പിന്നീട് എന്തായി മാറി? മുത്തുക്കുട്ടി എന്നായി അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, മുത്തുക്കുട്ടി. അപ്പൊ മുടിചൂടും പെരുമാൾ എന്നും മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരെന്ന് ചോദ്യം വരും. എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. പിന്നെയും വൈകുണ്ഠസ്വാമികളുടെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വരും. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒരുപോലെ വന്ന് യൂസ് ചെയ്യുന്നതിനായിട്ട് മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ കുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. കുണ്ട്, കിണർ, കുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കിണറിന് കുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. വൈകുണ്ഠസ്വാമികളാണ് മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. മുന്തിരിക്കിണർ സ്ഥാപിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പിലാണ് മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അദ്ദേഹത്തെ അടച്ചത്. അപ്പൊ തോപ്പുമായിട്ട് കണക്റ്റഡ് ആണ് വൈകുണ്ഠസ്വാമികൾ. അപ്പോ സ്വാമിത്തോപ്പ് ആര് ജനിച്ച സ്ഥലമാണെന്ന് ചോദ്യം വന്ന വൈകുണ്ഠസ്വാമികൾ. അപ്പൊ സ്വാമിത്തോപ്പ് കിട്ടും അല്ലെ. പിന്നെ അതുപോലെ തന്നെ സ്വാമി, അപ്പൊ നമുക്ക് ഡൗട്ട് വരും, ചട്ടമ്പി സ്വാമികളും നമുക്ക് ഡൗട്ട് വരില്ലേ എന്ന് ആലോചിക്കണ്ട. ചട്ടമ്പി സ്വാമി എന്ന് കണ്ട ചട്ടമ്പിമാർക്ക് എന്താണ് പണി? കൊല്ലും കൊലയും ഒക്കെയാണ് പണി. ഓക്കെ, കൊല്ലും കൊലയും. അപ്പൊ കൊല്ലൂർ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ ഇനി ഡൗട്ട് വരരുത്. ഓക്കെ, വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് സ്വാമിത്തോപ്പിലാണ്. അദ്ദേഹം മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണമെന്നും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചത്. അപ്പോ ഈ വർഷം തെറ്റരുത്. 1836 ഏത് സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് അല്ലെ. അവർണർക്ക് അത് പോയി വലിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. എന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാടി പ്രതിഷ്ഠയും ഇമ്പോർട്ടന്റ് ആണ്. ഉല്ലലയിലും കളവങ്കോടൊക്കെയാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വെച്ച ആശയം ചോദ്യം വരാറുണ്ട്. അഹം ബ്രഹ്മാസ്മിയാണ്. എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്ന ആശയമാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വെച്ചത്. അപ്പൊ SNDP പഠിച്ചു വെക്കണം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗമാണ് കേട്ടോ. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗമാണ്. SNDPയുടെ മുൻഗാമി. ഓക്കെ, SNDPയുടെ മുൻഗാമിയാണ് വാവൂട്ടി യോഗം. ഓക്കെ, പിന്നെ SNDPയുടെ ആദ്യ മുഖപത്രം ചോദ്യം വരും. വിവേകോദയമാണ്. SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഖപത്രം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? അത് വിവേകോദയമാണ്. എന്നാൽ SNDPയുടെ നിലവിലെ മുഖപത്രം ചോദ്യം വന്ന അതേതാണ്? യോഗനാഥം. ഓക്കെ, ക്ലിയർ ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. പിന്നെ ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് ഉണ്ട്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദ്യം വന്നാൽ പോയിട്ട് ശ്രീനാരായണ ഗുരു കറുപ്പിക്കരുത്. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളെയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. കേരള നവോത്ഥാന
നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളൊക്കെ ചോദ്യം വരാറുണ്ട് കേട്ടോ. അഹം ബ്രഹ്മാസ്മി നമ്മൾ പഠിച്ചു അല്ലെ, എന്താണ്? കണ്ണാടി പ്രതിഷ്ഠയാണ്. കണ്ണാടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെയാണ് കാണുന്നത്. അപ്പൊ യു ആർ യുവർ സെൽഫ് ഗോഡ്, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. പിന്നെ അതുപോലെ തന്നെ ആലുവ സർവമത സമ്മേളനം ഉണ്ട്, അത് വർഷം ചിലപ്പോൾ ചോദ്യം വരും. 1924 നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്താണ് ആലുവ സർവമത സമ്മേളനം. അതിന്റെ ഭിത്തിയിൽ, അതായത് പ്രവേശന കവാടത്തിൽ ശ്രീനാരായണ ഗുരു ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? സർവമത സമ്മേളനം. സ്വാഭാവികമായിട്ടും സർവമത സമ്മേളനം നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? വാദിക്കലുണ്ടാവും അല്ലെ. ഞങ്ങളുടെയാണ് നല്ലത്, ഞങ്ങളുടെ മതമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് വാദിക്കലുണ്ടാവും. അപ്പൊ ഗുരു ക്ഷേത്ര ഭിത്തിയിൽ എഴുതി വെച്ച കാര്യമാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത്രേ ഉള്ളൂ. പിന്നെ 1888 ഏറ്റവും പ്രശസ്തമായ അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത്. അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? എന്തിനായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒരുപോലെ വന്ന് ദൈവത്തിനോട് ആരാധിക്കണം. അവിടെ അയിത്തവും കാര്യങ്ങളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വരാം, ദൈവത്തിനോട് ആരാധിക്കുക. ദൈവത്തിന് മുമ്പിൽ എന്തിനാണ് ഈ അയിത്തം അല്ലെ? അതിന്റെ കഥയൊക്കെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, വിട്ടുകളയാം. അപ്പോൾ അതിലാണ് എന്താണ്, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വന്ന് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അരുവിപ്പുറം ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ക്ഷേത്ര ഭിത്തിയിൽ എന്താണ് എഴുതുക? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചത് എവിടെയാണ്? അത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. ഓക്കെ, SNDPയുടെ ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദ്യം വരും. അതായത് SNDPയുടെ അധ്യക്ഷൻ, SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ആദ്യ ഉപാധ്യക്ഷൻ ആരാ? SNDPയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു. ഡോക്ടർ പൽപു. ഈ ഡോക്ടർ പൽപു ആണ് SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. ഡോക്ടർ പൽപു. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരു പറയില്ലേ, ഓക്കെ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ SNDP സ്ഥാപിക്കാം, പക്ഷെ ഞാൻ അധ്യക്ഷനും നീ എന്റെ കൂടെ ഉപാധ്യക്ഷനായിട്ട് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഡോക്ടർ പൽപു ആണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ. SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചതും ആരാണ്? ഡോക്ടർ പൽപു ആണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി ആണ് കുമാരനാശാൻ. കുമാരനാശാനാണ് SNDPയുടെ ആദ്യ സെക്രട്ടറി. കുമാരനാശാൻ എന്താണ് അറിയപ്പെടുന്നത്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് കുമാരനാശാനാണ് കേട്ടോ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ചോദ്യം വരാറുണ്ട്. ഏതാണ്? വീണപൂവ്. ഓക്കെ, വീണപൂവാണ് കുമാരനാശാന്റെ ഖണ്ഡകാവ്യം. വീണപൂവാണ് കുമാരനാശാന്റെ ഖണ്ഡകാവ്യം. അത്രയൊക്കെ ക്ലിയർ അല്ലേ? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാൻ. ജാതി ചോദിക്ക ഇല്ല ഞാൻ സോദരി എന്നത് വരികളുടെ ആരുടേതാണ്? അത് കുമാരനാശാന്റെ വരികളാണ് കേട്ടോ. ജാതി ചോദിക്ക ഇല്ല ഞാൻ സോദരി, അത് കുമാരനാശാന്റെ വരികളാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ജന്മിമാരുടെ നിർബന്ധിത വേലയ്ക്കെതിരെ ഊഴിയം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട നവോത്ഥാന നായകൻ. അപ്പൊ എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണം. ആരുടെ വാക്കുകളാണ് ചോദ്യം വരും? വേല ചെയ്താൽ കൂലി കിട്ടണം. ആരുടെ വാക്കുകളാണ്? അത് വൈകുണ്ഠ സ്വാമികളുടെ കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം, വൈകുണ്ഠ സ്വാമികളുടെ വാക്കുകളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. എന്താണ്? ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് കേട്ടോ. ചിട്ടയാർന്ന വിശുദ്ധ ജീവിതം പരിശീലിപ്പിക്കുന്നതിനായി തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ച പദ്ധതിയാണ് ചിന്താ പദ്ധതി അല്ലെ. വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. എന്താണ്? ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് ഏത്? അയ്യാവഴി. ഓക്കെ, അയ്യാ വൈകുണ്ഠ സ്വാമികൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അയ്യാ വൈകുണ്ഠ സ്വാമികൾ. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ എപ്പോഴും ചോദ്യം വരുന്നത് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി. യഥാർത്ഥ നാമം ചോദിച്ച അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം ചോദിച്ച കുഞ്ഞൻ പിള്ള. കുഞ്ഞാണ് ബാല്യത്തിൽ, അപ്പൊ കുഞ്ഞൻ പിള്ള എന്നാണ് ബാല്യകാല നാമം. അപ്പൊ ചട്ടമ്പി സ്വാമികളും പഠിച്ചു വെക്കണം. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ ചോദ്യം വരും. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ചോദ്യം വരും.
ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം. ഈ മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരെന്ന് ചോദ്യം വരും കേട്ടോ. അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹമാണ് പുരുഷസിംഹം എന്നറിയപ്പെടുന്നത്. പുരുഷസിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് ഏത്? മോക്ഷപ്രദീപം. അതിനെ വിമർശിച്ചുകൊണ്ട് രചിച്ചതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, അതും ക്ലിയർ ആണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്. മനസ്സാണ് ദൈവം എന്ന് ആഹ്വാനം ചെയ്തതും ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പുരുഷസിംഹം എന്നറിയപ്പെടുന്നതും ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് MC ജോസഫാണ്. MC ജോസഫാണ് നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാടയ്യാണ്. സൂപ്രണ്ടയ്യ എന്ന് ജനങ്ങൾ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണെന്ന് ചോദ്യം വന്നാലും തൈക്കാടയ്യാണ്. തൈക്കാടയ്യാണ് സൂപ്രണ്ടയ്യ എന്ന് ജനങ്ങൾ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചിരുന്നത്. തൈക്കാടയ്യം ക്ലിയർ അല്ലേ? സൂപ്രണ്ടയ്യ. പിന്നെ പാണ്ടി പറയൻ, പണലി പറയൻ എന്നൊക്കെ അറിയപ്പെടുന്നതും തൈക്കാടയ്യാണ്. തൈക്കാടയ്യയുടെ വാക്കുകളാണ് ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഇതാണ് ആര് കടം കൊണ്ടത്? ശ്രീനാരായണ ഗുരു കടം കൊണ്ടത്. ഏതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇത് ശരിക്കും തൈക്കാടയ്യയുടെ വാക്കുകൾ കടം കൊണ്ടതാണ്. പിന്നെ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അതും ക്ലിയർ ആണ്. ഈ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാടയ്യ. ഓക്കെ, തൈക്കാടയ്യയുടെ ഗുരു ആരാന്ന് ചിലപ്പോൾ ചോദ്യം വരും. കാരണം ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്, ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ്, സ്വാതി തിരുനാളിന്റെ ഗുരുവാണ്. ഇദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ട്. അതായത് തൈക്കാടയ്യയുടെ ഗുരു എന്നറിയപ്പെടുന്നത്, തൈക്കാടയ്യയുടെ ഗുരു ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ചോദ്യം വരും കേട്ടോ. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്, അത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണെന്ന് ചോദ്യം വന്ന ഏതാണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, ജാതി മീമാംസ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ എപ്പോഴും ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ രണ്ടെണ്ണേ ഉള്ളൂ. അഖിലത്തിരുട്ട് അമ്മാനൈ അരുൾനൂൽ, വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനൈ അരുൾനൂൽ എന്നീ കൃതികൾ. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ പഠിക്കണം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, പിന്നെ ആദ്യമായി കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? അത് അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. പിന്നെ അതുപോലെ തന്നെ പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് തിരുവനന്തപുരത്ത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഓക്കെ, അതാരാണ്? അതും ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ അയ്യങ്കാളി എന്താണ്? പുലയ രാജ എന്നറിയപ്പെടുന്നത്. അപ്പൊ പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. പിന്നെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം, രണ്ടാം കേരള സന്ദർശനത്തിലാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. 1920, 25, 27, 34, 37 എന്നീ വർഷങ്ങളിലാണ് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അതിൽ രണ്ടാം കേരള സന്ദർശനം 1925 എന്ത് ചെയ്തത്? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഈ സ്വാമി വിവേകാനന്ദൻ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ആരാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികൾ തിരിച്ച് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം പക്ഷിരാജനായ ഗരുഡനെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് പറഞ്ഞത്.
അപ്പൊ ചട്ടമ്പി സ്വാമികളൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കണം. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഉണ്ടല്ലോ വേദാധികാര നിരൂപണം, ഈ കൃതിയെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഏത് കൃതിയെ കുറിച്ചാണ്? വേദാധികാര നിരൂപണം എന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയെ കുറിച്ചാണ് ആര് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പൊ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദൻ, അതും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ചട്ടമ്പി സ്വാമികളുടെയും വൈകുണ്ഠ സ്വാമികളുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ കൃതികൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയുടെയും വിശേഷണങ്ങൾ പഠിച്ചു വെക്കണം. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് കേട്ടോ, ആളിക്കത്തിയ തീപ്പൊരി. പിന്നെ കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാ? അല്ലെങ്കിൽ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാ? രണ്ടും മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നും കേരള മദൻ മോഹൻ മാളവ്യ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഈ മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സ്ഥാപകൻ, നായർ സർവീസ് സൊസൈറ്റി. പിന്നെ വാഗ്ഭടാനന്ദൻ ചോദ്യം വരാം, വാഗ്ഭടാനന്ദല്ല BT ഭട്ടതിരിപ്പാട് ചോദ്യം വരാറുണ്ട് കേട്ടോ. വാഗ്ഭടാനന്ദന് ചോദ്യം വരും, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ സന്യാസിയാണ് വാഗ്ഭടാനന്ദൻ. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ചട്ടമ്പി സ്വാമികൾ. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ സന്യാസി എന്ന് ചോദ്യം വരികയാണെങ്കിൽ അതാരാണ്? കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ സന്യാസി വാഗ്ഭടാനന്ദൻ. പിന്നെ VT ഭട്ടതിരിപ്പാട്, ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞു തന്നു, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും അതാലോചിച്ച് കണ്ണീരും കിനാവും ഒക്കെയാണ് എന്റെ യോഗം. അടുക്കളയിൽ കടന്ന്, അടുക്കളയിൽ എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടിന്റെയാണ്. അപ്പൊ അടുക്കളയിൽ കടന്ന് വട്ടം തിരിയ ഭട്ടതിരിപ്പാട്. ഓക്കെ, പിന്നെ ഇതാലോചിച്ച് കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. പിന്നെ ഇതൊക്കെ ആണ് എന്റെ യോഗം. യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. പ്രത്യേകിച്ച് കൃതികൾ എന്തായാലും പഠിക്കണം. പിന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, എന്തായാലും പഠിച്ചു വെച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, പ്രധാനപ്പെട്ടതാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണെങ്കിലും വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയി. ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹം. ആദ്യ സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ കലാപം അല്ലെങ്കിൽ ഗിരിവർഗ കലാപം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് കുറിച്യ കലാപമാണ്. 1812 കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. അതാരാണ്? രാമനമ്പിയാണ്, അഥവാ രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം ചോദ്യം വരാറുണ്ട്. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ എക്സാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ തന്നെ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, റിവിഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു കുറവും ഉണ്ടാകരുത്. പറ്റുന്ന അത്രയും റിവിഷന് ടൈം കൊടുക്കുക. ഇപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പുതിയ കാര്യങ്ങൾ പഠിക്കണം, ഈ ഭാഗം ഞാൻ പഠിച്ചിട്ടില്ല, ആ ഭാഗം ഞാൻ പഠിച്ചിട്ടില്ല, അത് പഠിക്കണം, ഇത് പഠിക്കണം, ഇങ്ങനെ പലതും മൈൻഡിൽ വരും. പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ പുതിയത് എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടും കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നേരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പഠിച്ച കാര്യങ്ങൾ നേരെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം, നല്ല കോൺഫിഡൻസോട് കൂടെ പോയി എക്സാം അറ്റൻഡ് ചെയ്യണം. ഓരോ ചോദ്യം കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോഴും പറയുന്നു, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻ A വായിച്ചതും പോയിട്ട് ആൻസർ ചെയ്യരുത്. ഓപ്ഷൻ Aയിൽ നിങ്ങളെ കുഴപ്പിക്കാനുള്ള സാധനമാവും. ഉദാഹരണത്തിന് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ Aയിൽ കിടക്കുന്നത് തലക്കൽ ചന്തു ആവും. തലക്കൽ ചന്തു പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി അഥവാ രാമനമ്പിയാണ്. അങ്ങനെ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓപ്ഷനുകൾ അവിടെ കിടക്കുന്നുണ്ടാവും. ഓപ്ഷൻ A എപ്പോഴും ഉറപ്പിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഓപ്ഷനുകൾ മാത്രം വായിച്ചിട്ട് പോയിട്ട് ആൻസർ ചെയ്യരുത്. എല്ലാ ഓപ്ഷനും വായിച്ച് ഇത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾ വരുത്തണം. ശേഷം ആൻസർ ചെയ്യുക. ഓരോ മാർക്കും അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ഇത്രയും കാലം നിങ്ങൾ ചെലവാക്കിയ നിങ്ങളുടെ സമയം നിങ്ങൾക്കറിയാം. ഇത്രയും കാലത്തെ നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയാം. ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ കഷ്ടപ്പാടിനെ കലമുടച്ചു എന്നൊക്കെ പറയുന്നത് പോലെ കൊണ്ടായി കൊള്ളാക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവണം, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. ഈ ജോലി നിങ്ങൾക്ക് എന്തായാലും കിട്ടണം. അതിന് ആദ്യത്തെ പടിയാണ് ഈ പ്രിലിംസ് പോലും കിട്ടാത്ത രീതിയിലാവില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പ്രിലിംസ് ഒക്കെ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചതാവും. അപ്പോൾ പ്രിലിംസ് ആണ് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ നോക്കരുത്. ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആൻസർ ചെയ്യുക. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാലേ പ്രിലിംസ് പോലെ തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS ഒക്കെ അല്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ പറയാറുണ്ട് പ്രിലിംസിനും ഇതിനൊക്കെ ഏകദേശം ഒരേപോലെയാണ് പഠിക്കേണ്ടത്. പക്ഷെ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മെയിൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിലിംസ് സിമ്പിളായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലേ?
പറ്റണ്ടേ? നിങ്ങൾക്ക് തീർച്ചയായും പറ്റും. നല്ല കോൺഫിഡൻസോട് കൂടെ പോയി എഴുതുക. വെറുതെ മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, കോൺഫിഡൻസ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, അതല്ല നമുക്ക് വേണ്ടത്. കോൺഫിഡൻസ് വരണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്കൊരു ഉറപ്പാണ് വേണ്ടത്. എനിക്ക് എന്തായാലും ഈ പ്രിലിംസ് കിട്ടും എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. പഠിച്ച ഓരോ കാര്യങ്ങളും പറ്റുന്ന അത്രയും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, പെർഫെക്റ്റ് ആക്കി വെക്കുക. നമ്മുടെ ബാച്ചിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ നോട്ട്സും പോയി വായിക്കുക. പിന്നെ മാത്സിന്റെ കാര്യം ശ്രദ്ധിക്കുക. മാത്സ് ഒന്ന് സ്പീഡിലാണെങ്കിലും ഒന്ന് എല്ലാം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ സ്റ്റെപ്സും കിട്ടുന്നില്ലേ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങളോട് തന്നെ ചോദിക്കുക, എല്ലാം എനിക്ക് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കുക. നല്ല രീതിയിൽ പോയിട്ട് ആൻസർ ചെയ്യുക. മാത്സ് വർക്കൗട്ട് ചെയ്യുക, മറക്കരുത് കേട്ടോ. മാത്സ് വർക്കൗട്ട് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. ഇനിയും നമുക്ക് റിവിഷൻ ക്ലാസ്സുകളുമായിട്ട് കാണാം. ഇനിയും നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രിലിംസിനൊക്കെ ചോദിച്ചത് ഈ അടുത്ത് PSC എങ്ങനെ ചോദിച്ചു നിങ്ങൾ മനസ്സിലാക്കിയ ഇനി എങ്ങനെയൊക്കെ ചോദ്യം വരും എന്നുള്ളൊരു ഐഡിയയും കിട്ടും. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകണ്ടേ. ഇനിയുള്ള ക്ലാസ്സിലും നമുക്ക് ഇതുപോലെ തന്നെ പഠിച്ചു പോവാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, LDC LGS ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ട് തരും അവിടെ. അതായത് ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് തരുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങളും എങ്ങനെ ഇതുവരെ വാങ്ങിയ ഒരേ മാർക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ കരകയറാം, എങ്ങനെ ഏറ്റവും നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും, ഓരോ ടിപ്സും ഞാൻ പറഞ്ഞുതരും. എക്സാമിൽ നിങ്ങൾക്ക് സ്ട്രെസ് കുറക്കാനുള്ള ഓരോ ടിപ്സും ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാച്ചിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനമായിട്ട് 2 ക്ലാസ്, അതായത് 2 വീഡിയോസ് അതിൻ്റെയാണ്. ഒന്ന് LDC ബാച്ചിന്റെയും മറ്റൊന്ന് LGS ബാച്ചിന്റെയും. ഏതിനാണോ നല്ല ഫോക്കസ് കൊടുക്കുന്നത് അതിന് ജോയിൻ ചെയ്യുക. രണ്ടിനും 2 രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ട് മനസ്സിലാക്കി അതിൽ പറയുന്ന ഓരോ സ്റ്റെപ്സും ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോയി എക്സാം എഴുതുക. ചെറിയൊരു എക്സാമാണ്, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ഇത് എന്നെ കൊണ്ട് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ മെയിൻസിന് കൂടെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം എന്നൊരു കോൺഫിഡൻസ്, ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. തീർച്ചയായും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ നല്ല സന്തോഷത്തോടു കൂടെ പോയി എക്സാം എഴുതുക. ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ്. Thank you.